ഇതാ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് കേദരമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേദള എന്നും പറയും, കേദര എന്നൊക്കെ പറയട്ടോ ഞങ്ങളുടെ നാട്ടിൽ. ഇതാണ് മീൻ. ഇതിൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടപ്പിക്ക് കഴിയൂല. കാരണം എന്താ വെച്ചാൽ ഇത് കടയിൽ നിന്ന് കട്ട് ചെയ്ത് തന്നതാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്രൈ ചെയ്യുകയാണ് ഞാൻ. ഇതുവരെ ഏകദേശം ആരും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ആ രീതിക്കാണ് ഞാനത് ഫ്രൈ ചെയ്യാൻ പോണേ. ഞാൻ ഇപ്പോൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ചിരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ മീൽക്ക് നമുക്ക് കുറച്ചധികം മസാല തയ്യാറാക്കി എടുക്കാണ്ട് കേട്ടോ. ആ മസാലയ്ക്കുള്ള സംഭവങ്ങളാണിതാ: ഒരു 3 കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി ഇതേപോലെ തോല് കളഞ്ഞ് വെച്ചത്, പെരിഞ്ചീരകം, കറിവേപ്പില. ഈ സംഭവങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം. അപ്പോൾ അത് ചെയ്യണേ. അതിന് നമ്മൾ ഇഞ്ചിയാണ് കേട്ടോ അരച്ചെടുക്കണേ. ഇനി വെളുത്തുള്ളിയാണേ. ചെറിയ ഉള്ളിയാണ്. പെരിഞ്ചീരകമാണ്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാണ്ട്. പിന്നെ എൻ്റെ സ്പാച്ചില കണ്ടാണ്ട് ആരും ചിരിക്കേണ്ട കേട്ടോ. അത് നാളിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണ്. ഇത് നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിക്ക് ചെയ്യട്ടെ. നമുക്ക് എല്ലാതും മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർക്കണ മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ 1.5 സ്പൂണാണ് ഇട്ടത്. പിന്നെ എരിവൊക്കെ എല്ലാവരും ഇഷ്ടത്തിനൊക്കെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക. പിന്നെ കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതൊരു സ്പൂണാണ് ഇട്ടത്. ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു കുഴിയാക്കിയിട്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. നമ്മളെന്താ ചെയ്യാൻ പോകണം അറിയോ? നമ്മൾ വിനാഗിരി, സുർക്ക അതും കൂടി ചേർക്കണ്ടേ. അപ്പോൾ അതൊരു സ്പൂണ് ചേർക്കുക. ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. നമുക്കിതിക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ലൂസാക്കാണ്ട് ഈ ഒരു മസാലേനെ. അപ്പോൾ കൂടുതലായിട്ട് വേണ്ട, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു പരുവ് എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ 1 സ്പൂണ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടരുത് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ കുഴച്ച് വെക്കുക. അപ്പോൾ ഒരു ഇത്തിരിയും കൂടി ചേർക്കുക. 1 സ്പൂണും കൂടി ചേർക്കുക. ഇത്ര മതിയേ. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു മസാലേൻ്റെ ഒരു മണം ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നും. പക്ഷെ നമുക്കത് ഇങ്ങനെ കഴിക്കാൻ വയ്യല്ലോ. നമ്മളെ മീനുമ്മൽ ഇത് നല്ല പോലെ തേച്ച് സെറ്റാക്കണം. അപ്പോൾ അത് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല രീതിക്ക് മസാല എടുത്തിട്ട് നമുക്ക് മീനുമ്മ തേക്കട്ടോ. അപ്പം ഞാനിതാ കണ്ടില്ലേ, ഈ ഒരു ഹാഫ് മസാല അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ആവശ്യമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളത് ഫുള്ളും നമ്മൾ ഈ മീനുമ്മ തേച്ച് പിടിപ്പിക്കുക. 2 ഭാഗത്തും തേച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാ മീൻ കഷ്ണത്തിലും അടിപൊളിയായിട്ട് മസാല വെച്ചിട്ടുണ്ട്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിക്കുക. എന്നിട്ട് വേഗം നമ്മളെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. അപ്പോൾ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോരോ മീൻ കഷ്ണങ്ങളും പെറുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ടെടുക്കാം കേട്ടോ.
ഇനി ഇത്രയും കൂടി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ മീൻ വറുക്കണേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഈ ഒരു മീൻ മാത്രമല്ല കേട്ടോ ഈ രീതിക്ക് വറുത്തെടുക്കാൻ പറ്റുക. നമുക്ക് സാധാരണ കിട്ടുന്ന അയില, മത്തി അങ്ങനത്തെ മീനുകളൊക്കെ അല്ലേ, അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇതേ രീതിക്ക് വറുത്ത് കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആവേ. പിന്നെ ഞാൻ ഈ ഒരു മീൻ തന്നെ വറുത്തെടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അയിലേൻ്റെയും മത്തീൻ്റെയും ഒക്കെ വീഡിയോ അവിടെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് കയറി ആ വീഡിയോകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ഈ മീനുകളൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനറിയോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ അതിൽ നിങ്ങളോട് നമ്മളെ മസാല ഞാനിവിടെ കുറച്ച് മാറ്റി വെക്കേണ്ടതെന്ന്. അപ്പോൾ ആ മസാല നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനാണ് ഈ സ്ഥലം ഉണ്ടാക്കിയത്. അപ്പോൾ അത് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ നല്ലോണം കുറച്ച് വെച്ചെടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. അയ്യോ എൻ്റെ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് നീങ്ങിയോ, കുഴപ്പമില്ല, നമുക്ക് ആ മീനിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ആ മസാല നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഈ ഒരു പച്ചമണം മാറുന്ന രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറവായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിങ്ങനെ ഒരു കളറ് മാറി ഇങ്ങനെ വരും. ആ ഒരു രീതി വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല. നമ്മളെന്താ ചെയ്യണറിയോ, ഈ മസാലേനെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പം ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റ് എൻ്റെ മക്കളെ. പിന്നെ നമുക്ക് കറികളൊന്നും വേണ്ട, ഈ ഒരു മീൻ വറുത്ത് മാത്രം മതി ചോറിനാണ്. നല്ല രീതിക്ക് ഇങ്ങോട്ട് തേച്ചിങ്ങോട്ട് കൊടുത്താൽ പിന്നെ നമ്മളിങ്ങനെ കഴിക്കുന്ന വഴി അറിയില്ല. ഇനി ഇതൊക്കെ ഇങ്ങനെ മറിച്ചിടണേ, എന്നാൽ മറ്റേ ഭാഗത്തും കൂടി ഇങ്ങനെ ആയിക്കോളും ആ മസാലയുടെ ടേസ്റ്റ്. അപ്പോൾ അതാ നമ്മൾ മീൻ വറുക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്യാസൊക്കെ വേഗം ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാനായിട്ട് വേഗം ഒരു പ്ലേറ്റിക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ അടിപൊളിയായിട്ട് വറുത്തച്ച മീനുകൾ നമ്മൾ ഒരു പ്ലേറ്റിക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്താലോ. അതാ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ അതാ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി മീൻ വറുത്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഒന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് വിരാട്ട് ഇവിടെ ഉണ്ടേനും. എന്നാൽ കഴിച്ചു നോക്കല്ലേ നമുക്ക്. ഇതൊരു അടാറ് സംഭവമാണ്, അടിപൊളി. ഈ ഒരു മസാല അല്ലേ ഏതാ, ഈ ഒരു മസാല കൂട്ടിയിട്ടേ ആ മീനിൻ്റെ കഷ്ണം എടുത്ത് കൂട്ടി കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളി സംഭവം, അടിപൊളിയായിട്ടില്ലേ. നീ വെറുതെ കഴിക്കല്ലേ? മീൻ വെറുതെ കഴിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറിയൊന്നും വേണ്ട ചോറുക്ക്, ഈ ഒരു മീൻ വറുത്തതിൻ്റെ മതി കേട്ടോ. നമുക്ക് മസാലയും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴേ മുളക് കാണിച്ചു നോക്കല്ലേ. മുളക് നിങ്ങൾ അടിച്ചോളി, ഞാൻ ഉള്ളി അടിക്കാം. നിങ്ങൾ മുളക് അടിച്ചോ? അടിപൊളി. അത് ഒരു വലിയ സംഭവം കേട്ടോ. ആ പച്ചമുളക് നിങ്ങൾ കടിച്ചോളൂ നോക്കട്ടെ, എരിവില്ലാത്തതാണത്. ഞാൻ കടിച്ചോ കേട്ടോ, അമ്മയ്ക്ക് പേടിയാണ്. ഇത് രസം കേട്ടോ, ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നത് പച്ചമുളക് കയ്യിൽ കൂട്ടി കഴിക്കുമ്പോൾ. മുള്ളുണ്ടാ? എടുത്തോളി. ആദ്യം ഉള്ളിയെ കടിക്കണേ. ഇനി മീനും ഉള്ളിയുടെ കഷ്ണം വെച്ചിട്ടേ ആ മീനും കൂടി കൂട്ടി കഴിക്കും. അടിപൊളിയാണോ? അയ്യോ സൂപ്പർ അല്ലേ. ഓ അത് നല്ലൊരു സജഷൻ ആട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ചെറുനാരങ്ങ കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ 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 ഒഴിച്ചതിന് ശേഷം ഈ ഒരു മീനിന്റെ ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി എന്നാണ് കിച്ചു പറഞ്ഞത്. ഇപ്പൊ തന്നെ അടിപൊളിയാണ്, പക്ഷെ ചെറുനാരങ്ങ കൂടി ഒഴിക്കണേന്നല്ല കിച്ചു. ഇതോ ആ കുട്ടിമുളക് കഴിക്കണ്ട, അവിടെ നോട്ടെ. ഉള്ളി കൂട്ടി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് മിത്തു? സൂപ്പറായോ? എന്നാ കഴിച്ചോളി.
ഉള്ളി ഇതാ ഇതാ. ഇതെന്താ സാധനം മനസ്സിലായോ? എന്താണ്? ഉള്ളി. അല്ല ഇത് ഇത് ഈ സാധനം മീൻ. എന്ത് മീൻ അറിയോ? കഷ്ണം മീൻ. കഷ്ണം മീൻ. ഇവർക്കൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇഷ്ടമായോ? അപ്പോൾ ഓൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എന്താ പറയുള്ളത് വെച്ചാൽ, ഞാനൊരു കഷ്ണം കൂടി തിന്നിട്ട് കേട്ടോ, അതല്ല കേട്ടോ പറയുള്ളത്. എനിക്ക് നിങ്ങളോട് എന്താ പറയുള്ളത് വെച്ചാൽ, പിന്നെ നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കുക. ഓരും കൂടി ഉണ്ടാക്കട്ടെ ഈ ഒരു അടിപൊളി മീൻ വറുത്തയില്ലേ. അപ്പോൾ എല്ലാ മീൻ വെച്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാ മീനുകളും വെച്ചിട്ട് ഇതേപോലെയൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ. അങ്ങനെ നമ്മളെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അങ്ങനെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക. എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. ടാറ്റാ.